ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിലൊന്ന് പോകണം. മൂടി കയറിയിരിക്കുന്ന വയലിൽ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തിട്ടമംഗലം ക്ഷേത്രമാണ്, വിഷ്ണു ഭഗവാന്റെ. അവിടെയാണ് ഗണപതി ഹോമത്തിനും ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അപ്പമൂടലിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ സ്റ്റാഫ്സ് ക്ഷേത്രത്തിനകത്തൊന്നും എടുക്കാൻ അലോ ചെയ്യില്ല. ഞാൻ ഇന്നലെ ചോദിച്ചതാ, എൻ്റെ ഒരു അപ്പിയറൻസ് കിടുവല്ലേ. അപ്പം ഞാൻ പോയിട്ട് ആ പ്രസാദം എടുത്ത് പുറത്ത് വരുന്ന രംഗങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വരും. ഓൾറെഡി കുറേ വീഡിയോസ് ഇടാനുണ്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓർഡറായിട്ട് വരും. എന്നാലും ഒരു മെമ്മറി ആയിട്ടിരിക്കട്ടെ. സെറ്റല്ലേ നിങ്ങളുടെ ഗോഡസ്? എൻ്റെ തന്നെ ചോക്കർ ചെയിൻ, കമ്മൽ, പാർട്ടിക്ക് ഇട്ട സാധനം കിടുവാണോ ഞാൻ? അപ്പം ഞാൻ അവിടെ പോയിട്ട് വരാം ക്ഷേത്രത്തിൽ. എൻ്റെ കീ ചെയിൻ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഗോഡസ് ക്ഷേത്രം എത്തി. അതാണ് നമ്മുടെ ക്ഷേത്രം. പിന്നെ ഇത് തിട്ടമംഗലം ക്ഷേത്രം, വിഷ്ണു ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ഒരു കള ഒരുക്കിയിരിക്കുന്നതും പിന്നെ ഹോമകുണ്ടം, ഗണപതി ഹോമത്തിൻ്റെ. ഇത് ആക്ച്വലി എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് മിസ്റ്റർ വിനോദാണ് എനിക്കിത് എടുത്തത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ക്യാമറ. ഓക്കെ, ആ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ക്ഷേത്രത്തിൽ പോയി അപ്പം മോഡലിൻ്റെ പ്രസാദം, ഗണപതി ഹോമം, പിന്നെ മറ്റേ കരി അത് ഞാൻ കാണിച്ചു തരാം. എല്ലാം ചെയ്തെടുത്തു. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ നെഗറ്റീവ്സും വരും. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിലെ കഴിയുണ്ട് ഗണപതി ഹോമത്തിൻ്റെ, കാണാവോ? ചെത്തി, പിന്നെ ഉണ്ണിയപ്പം മോദലിൻ്റെ 2 ഉണ്ണിയപ്പം. ബാക്കി ഞാൻ കാണിച്ചു തരാം വീട്ടിൽ വന്ന്. നിങ്ങളുടെ ഗോഡസ് ആ കാണുന്നതാണ് എൻ്റെ തിട്ടമംഗലം വിഷ്ണു ക്ഷേത്രം. അകത്തെനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പുറത്തെടുക്കാമല്ലോ, ഇത് പബ്ലിക്കാണ്. ഇതെന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ വെറുക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വേറെ രീതിയിലാണെന്ന് തോന്നുന്നു. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് തിരിച്ച് വീട്ടിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോൾ പ്രസാദങ്ങൾ കാണണ്ടേ, ഓരോന്നായി കാണിച്ചു തരാം. വെയിറ്റ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ, ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കാണിച്ചു. ഇത് കാണിക്കാനൊന്നുമില്ല. അപ്പം മൂടലിന് ഞാൻ കൊടുത്തിരുന്നു അതിൻ്റെ ഒരു പ്രസാദം. എന്നെ മനസ്സിലാക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഗോഡ്സ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഈ അപ്പം മൂടലിൻ്റെ ഈ പ്രസാദം എല്ലാവർക്കും ഉള്ളത് എടുത്തത്. ഒപ്പം ഞാനും കഴിക്കുന്നു നമ്മുടെ സന്തോഷത്തിൽ. ഗണപതി ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യമാണ് അപ്പം മൂടൽ. അപ്പോൾ ഇത്തവണ ഞാൻ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു മനസ്സുകൊണ്ട്. അത് ചെയ്ത് ഉള്ളൂ. അതിന് പ്രസവം ഇതായിരിക്കുന്നു. മുറേ ഉണ്ണിയപ്പം. ഞാൻ ഉണ്ണിയപ്പം കുച്ചിയാണ്. ഇപ്പോൾ ഡയറ്റിങ്ങിൻ്റെ ബാഗ് ഇതൊന്നും കഴിക്കാറില്ല എന്നതാണ്. അതെൻ്റെ വീട്ടുകാർക്കും പിന്നെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ, അപ്പോൾ ബർത്ത്ഡേ നിങ്ങൾ ഇതെടുത്തോ. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം, അവലും മലരും, അതിനകത്ത് ഉണ്ട് ഉണ്ണിയപ്പം. ഇനി റീൽ ചെയ്തില്ല, അത് ചെയ്യണം. എനിക്കെല്ലാം എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഇതാണ് മറ്റേ പ്രസാദം, ഗണപതി ഹോമത്തിൻ്റെ അവലും മലരും. അത് നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പം ഞാൻ കഴിക്കാം. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിനായക ചതുർത്ഥി ടെമ്പിൾ ബ്ലോഗ്. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിനായിട്ട് കാത്തിരിക്കുക. എല്ലാ വ്ളോഗും വരും. അത്ത മെമ്മറീസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഈ ഡ്രസ്സ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന തേക്കാൻ കൊടുത്ത വ്ളോഗ്, ഈ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഓരോന്നായി ഡേറ്റാ പ്രശ്നങ്ങളും പിന്നെ എല്ലാം കിടക്കുന്നുണ്ട് ഡ്രാഫ്റ്റിൽ. ഓരോന്നായിട്ട് വരും. എല്ലാവരും എൻ്റെ ചാനലിനെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുക. നല്ല നല്ല ചാനൽസിനെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ അനീതിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രതികരിക്കുക. അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് അതൊക്കെയാണ്. പിന്നെ ആ സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും, അല്ലാത്തവർക്ക് എനിക്കൊന്നും പറയാനില്ല. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചെറുകൾക്കും നന്ദി. അടുത്ത വ്ളോഗിൽ കാണും വരെ നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സുന്ദരി സിന്ധുജ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ, ടേക്ക് കെയർ.